നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്തത് ഇലാസ്റ്റിക് ഡീഫോർമേഷൻ മുഖേന അല്ലേ, അതായത് ഇലാസ്റ്റിക് ഷോർട്ടനിങ് ഓഫ് കോൺക്രീറ്റ് മുഖേന സ്റ്റീലിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ലോസ് ആണ് അല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ 2 പ്രോബ്ലം ചെയ്തത് പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസാണ് അല്ലേ. പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസിൽ വരുന്ന ലോസസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത് ഇലാസ്റ്റിക് ഷോർട്ടനിങ് കാരണം. ഓക്കെ, മൂന്നാമത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തത് പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസിലാണ് അല്ലേ. പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഡീഫോർമേഷൻ, അതായത് ഇലാസ്റ്റിക് ഡീഫോർമേഷൻ കാരണമുള്ള ലോസ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇപ്പം നമുക്കൊരു നോട്ട് എഴുതാം. ഈ നോട്ടിൽ എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഷോർട്ടനിങ്ങിൻ്റെ ഇലാസ്റ്റിക് ഷോർട്ടനിങ് മുഖേന പോസ്റ്റ് ടെൻഷനിങ്ങിൽ വരുന്ന ലോസ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ 3 ബാസേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, അല്ലെങ്കിൽ 3 വയേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ 3 കേബിൾസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് സക്സസീവ്ലി ടെൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ടെൻഷൻ ചെയ്തിട്ട് അതിൻ്റെ ലോസ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് ഇവിടെ വരുന്ന നമ്പേഴ്സ് കൂടുതലാണെങ്കിൽ, അതായത് ആ ടെൻഷൻ ചെയ്യുന്ന വയേഴ്സിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ ഇവിടെ നമുക്ക് 3 വയേഴ്സേ വരുന്നുണ്ടായിരുന്നുള്ളൂ അല്ലേ. ഇപ്പം കൂടുതൽ വയേഴ്സ് വരികയാണെങ്കിൽ ഓരോന്നിങ്ങനെ സക്സസീവ്ലി ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതായത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഓരോ ഇതിലും വരുന്ന ഓരോ കേബിളിലും വരുന്ന ലോസസ് കണ്ടുപിടിച്ച് ലാസ്റ്റ് ടോട്ടൽ ഓരോ കേബിളിലും വരുന്ന ലോസ് എടുത്ത് അതിൻ്റെ ആവറേജ് എടുത്ത് അങ്ങനെ ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് വേണമെങ്കിൽ നമ്മൾ സക്സസീവായിട്ട് തന്നെ ചെയ്യണം. പക്ഷേ നമുക്ക് കുറേ എണ്ണം വരുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോൾ ഈ നോട്ടിൽ നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. ഓക്കെ, നോട്ട്: ഇഫ് ദ നമ്പർ ഓഫ് വയേഴ്സ്, ബാർസ് ഓർ സ്ട്രാൻഡ്സ് ആർ ലാർജ്. ഇപ്പം വയേഴ്സോ അല്ലെങ്കിൽ ബാറോ അല്ലെങ്കിൽ സ്ട്രാൻഡ്സോ അല്ലെങ്കിൽ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ആ യൂസ് ചെയ്യുന്ന ടെൻഡൻസ് എന്ന് പറയാം. ഓക്കെ, അതായത് ടെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻഡൻസിൻ്റെ നമ്പേഴ്സ് ലാർജ് ആണെങ്കിൽ, കുറേ എണ്ണം ഉണ്ടെങ്കിൽ, നമ്മൾ ഇപ്പം തൊട്ട് മുന്നേ ചെയ്ത പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ പ്രോബ്ലത്തിൽ 3 കേബിൾസേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതിന് പകരം കുറേ നമ്പേഴ്സ് വരികയാണെങ്കിലുള്ള കേസാണ് പറയുന്നത്. ദ ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ് അപ്രോച്ചസ്. അപ്പം ഈ ലോസ് എന്തിനോട് അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, 1/2 ഓഫ് ദ കറസ്പോണ്ടിങ് ലോസ് വിത്ത് പ്രീ ടെൻഷനിങ്. അപ്പോൾ നമ്മൾ നോർമലി ആദ്യത്തെ 2 കേസിൽ പ്രീ ടെൻഷനിങ് മുഖേനയുള്ള ലോസ് കണ്ടുപിടിച്ചില്ലേ. അപ്പോൾ അതുപോലെ തന്നെ പ്രീ ടെൻഷനിങ്ങിൻ്റെ ലോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ ആ ഹാഫിൻ്റെ അടുത്തേക്ക് എത്തുകയുള്ളൂ നമ്പേഴ്സ് കൂടുമ്പോൾ. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഇപ്പം പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസിൽ വയേഴ്സ് അല്ലെങ്കിൽ കേബിൾസ് അല്ലെങ്കിൽ സ്ട്രാൻഡ്സിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ, കുറേ നമ്പേഴ്സ് വരുന്നുണ്ടെങ്കിൽ, നമ്മളത് ഇപ്പം പ്രീ ടെൻഷനിങ്ങിൻ്റെ രീതിയിൽ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അതായത് ആദ്യത്തെ 2 പ്രോബ്ലം ചെയ്ത രീതിയിൽ ഈ ഒരു പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലോസ് കിട്ടും. അതായത് പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസിൽ വരുന്ന ലോസ് കിട്ടും. അതിൻ്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ ആ ഹാഫ് വാല്യൂവിനോട് അപ്രോച്ച് അടുത്ത വാല്യൂ ആയിരിക്കും, അതിനോട് അപ്രോച്ച് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസ് കിട്ടുക. അതായത് നിങ്ങൾ സക്സസീവ്ലി ടെൻഷൻ ചെയ്ത് ഓരോന്ന് ചെയ്തിട്ട് നമുക്കൊരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ആ ആൻസർ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസിൽ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഹാഫ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹാഫ് വാല്യൂവിനേക്കാളും കുറവായിരിക്കും നമ്മൾ സക്സസീവ്ലി ടെൻഷൻ ചെയ്ത് കണ്ടുപിടിച്ച വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കേസുകളിൽ, കുറേ നമ്പേഴ്സ് വരുന്ന കേസുകളിൽ സക്സസീവ്ലി ടെൻഷൻ ചെയ്ത് കണ്ടുപിടിക്കാതെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസ് തന്നെ പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസിൽ അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലോസ് കണ്ടുപിടിക്കും, FS കണ്ടുപിടിക്കും. അതായത് M/FC നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഹാഫ് വാല്യൂ എടുക്കും. അതാണ് നമ്മൾ കുറേ നമ്പേഴ്സ് വരുമ്പോൾ പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ കണ്ടോ, ബട്ട് ഡസ് നോട്ട് എക്സീഡ്. അപ്പം ഒരിക്കലും അത് 1/2 എക്സീഡ് ചെയ്യില്ല. അതായത് നമ്മൾ പ്രീ ടെൻഷനിങ്ങിൻ്റെ രീതിയിൽ നമ്മൾ ലോസ് കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ, സക്സസീവ് ടെൻഷനിങ്ങിൻ്റെ കേസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ സക്സസീവ് ടെൻഷൻ ചെയ്ത് കിട്ടിയ വാല്യൂ ഈ പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ട് എടുത്തിരിക്കുന്ന ഹാഫ് വാല്യൂവിനേക്കാൾ ഒരിക്കലും എക്സീഡ് ചെയ്യില്ല. ഓക്കെ, അതായത് ഹാഫ് വാല്യൂവിനേക്കാളും കുറവായിരിക്കും എപ്പോഴും നമ്മൾ സക്സസീവ്ലി ടെൻഷൻ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസിൽ
കുറേ നമ്പേഴ്സ് വരുമ്പം, കുറേ നമ്പർ ഓഫ് വയേഴ്സ് വരുമ്പം അല്ലെങ്കിൽ കേബിൾസ് വരുമ്പം നമ്മൾ സക്സസീവ് ടെൻഷനിങ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് പ്രീ ടെൻഷനിങ്ങിൻ്റെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുക, പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസ് എടുക്കുക, അതിൽ നമ്മൾ വരുന്ന ടോട്ടൽ ലോസ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഹാഫ് വാല്യൂ എടുക്കുക. അപ്പോൾ സക്സസീവ് വാല്യൂ ഒരിക്കലും, സക്സസീവായിട്ട് ടെൻഷൻ ചെയ്യുന്നതിൻ്റെ വാല്യൂ ഒരിക്കലും പ്രീ ടെൻഷനിങ്ങിൻ്റെ ഹാഫ് വാല്യൂവിനേക്കാൾ എക്സീഡ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇതിൽ ഹാഫ് വാല്യൂ എന്നുള്ള രീതിയിൽ ഈ പ്രീ ടെൻഷനിങ് ചെയ്തിട്ടുള്ള ഹാഫ് വാല്യൂ ആണ് ലോസ് ഓഫ് സ്ട്രെസ്സ് പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസിൽ കൂടുതൽ നമ്പേഴ്സ് വരുമ്പോൾ വരിക എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നോട്ട്, ഇഫ് ദ നമ്പർ ഓഫ് വയേഴ്സ്, ബാർസ് ഓർ സ്ട്രാൻഡ്സ് ആർ ലാർജ്, ദ ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ് അപ്രോച്ചസ് but does not exceed 1/2 of the corresponding loss with pre-tensioning. That is, loss of stress is equal to half into m into fc. ഈ half into m into fc എന്ന് പറയുമ്പോൾ പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസാണ്. ഇത് ലോസ് ഓഫ് സ്ട്രെസ് ഇൻ പോസ്റ്റ് ടെൻഷനിങ് ഈസ് ഈക്വൽ ടു half into m into fc ഓഫ് പ്രീ ടെൻഷനിങ്. ഓക്കെ, പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ ലോസ് ഈസ് ഈക്വൽ ടു half into m into fc ഓഫ് പ്രീ ടെൻഷനിങ്. ക്ലിയർ ആയോ? അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. കൂടുതൽ നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഡീഫോർമേഷൻ്റെത് പറയുന്നത് പേജ് നമ്പർ 25 കോഡൽ പ്രൊവിഷൻ ക്ലോസ് 19.5.2.4 ആണ്. നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം, അതിലെന്താ പറയുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ക്ലോസ് 19.5.2.4 ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ് ഓഫ് കോൺക്രീറ്റ്. This type of loss occurs when the pre-stressing tendons upon release from tensioning devices cause the concrete to be compressed. This loss is proportional to the modular ratio and initial stress in the concrete and shall be calculated as below, assuming that the tendons are located at the centroid. Okay, ഇത് ക്ലിയർ ആണല്ലോ, നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറയുന്നത്, ഈ ലോസ് എന്തുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടെ കോഡിൽ പറയുന്നത് മോഡുലാർ റേഷ്യോയും അതുപോലെ തന്നെ ഇനീഷ്യൽ സ്ട്രെസ്സും. ഓക്കെ, ആ കേബിളിലുള്ള അല്ലെങ്കിൽ ആ ടെൻഡൻസിലുള്ള ഇനീഷ്യൽ സ്ട്രെസ്സുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും, പിന്നെ മോഡുലാർ റേഷ്യോ ആയിട്ട്. ഓക്കെ, ഈ ലോസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ കോൺക്രീറ്റ് എന്ത് ചെയ്യും, കംപ്രസ് ആവും അല്ലേ? അതായത് ഈ ടെൻഡൻസിൽ സ്ട്രെസ്സ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ടെൻഷൻ ചെയ്തിട്ട് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ കോൺക്രീറ്റ് എന്ത് ചെയ്യും, കംപ്രസ്ഡ് ആവും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അല്ലേ ഈ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഇതിൽ 2 കേസ് പറയുന്നുണ്ട്, നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തത്, ഫോർ പ്രീ ടെൻഷനിങ് ദ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഇൻ ദ ടെൻഡൻസ് അറ്റ് ട്രാൻസ്ഫർ ഷാൽ ബി കാൽക്കുലേറ്റഡ് ഓൺ എ മോഡുലാർ റേഷ്യോ ബേസിസ് യൂസിങ് ദ സ്ട്രെസ് ഇൻ ദ അഡ്ജസൻറ്റ് കോൺക്രീറ്റ്. അപ്പോൾ നമ്മളിതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? പ്രീ ടെൻഷൻ്റെ കേസിൽ ഡയറക്റ്റ് നമ്മളെന്താ ചെയ്തുകൊണ്ടിരുന്നത്, ആ സ്റ്റീൽ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോൺക്രീറ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, മോഡുലാർ റേഷ്യോ യൂസ് ചെയ്തിട്ട് ആ ഒരു വാല്യൂവിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഇൻ ടെൻഡൻസ് അല്ലെങ്കിൽ ആ സ്റ്റീലിലുള്ള ലോസ് ഓഫ് പ്രീ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്തത്. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഷാൽ ബി കാൽക്കുലേറ്റഡ് ഓൺ എ മോഡുലാർ റേഷ്യോ ബേസിസ്. അപ്പോൾ എം വരും യൂസിങ് ദ സ്ട്രെസ് ഇൻ ദ അഡ്ജസൻറ്റ് കോൺക്രീറ്റ്. അഡ്ജസൻറ്റ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ആ സ്റ്റീൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കോൺക്രീറ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്. ഓക്കെ, ഫോർ മെമ്പേഴ്സ് വിത്ത് പോസ്റ്റ് ടെൻഷൻ്റെ ടെൻഡൻസ്. അപ്പം പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസ് അപ്പം പറയാൻ പോകുന്നത് വിച്ച് ആർ നോട്ട് സ്ട്രെസ് സൈമൾട്ടേനിയസ്ലി. അപ്പം സക്സസീവായിട്ട് ടെൻഷൻ ചെയ്യുന്ന കേസാണ്. അപ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് സ്ട്രെസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ടെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതിൽ ലോസ് ഉണ്ടാവുമോ? ഇല്ല, ലോസ് 0 ആണ് അല്ലേ. പക്ഷേ സക്സസീവ്ലി ടെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഓരോരോ കേബിളിലും ലോസ് ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ് നമ്മളിപ്പം പ്രോബ്ലംസ് ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് അല്ലേ. അപ്പം ഫോർ മെമ്പേഴ്സ് വിത്ത് പോസ്റ്റ് ടെൻഷൻ ടെൻഡൻസ് വിച്ച് ആർ നോട്ട് സ്ട്രെസ് സൈമൾട്ടേനിയസ്ലി there is a progressive loss of pre-stress during transfer due to gradual application of the pre-stressing force. അപ്പോൾ ഓരോന്നിലും നമ്മൾ ഗ്രാജുവലി ഓരോരോ ടെൻഡൻസിൽ സെപ്പറേറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ചെറിയ തോതിൽ എന്താണ് ലോസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ആദ്യം ഒരു ഒറ്റ കേബിളാണ് ടെൻഷൻ ചെയ്യുന്നതെങ്കിൽ അതിൽ ലോസ് ഒന്നും വരുന്നില്ല. രണ്ടാമത്തെ കേബിൾ നമ്മൾ ടെൻഷൻ ചെയ്യുമ്പം ആദ്യത്തെ കേബിൾ ടെൻഷൻഡായിട്ട് ആങ്കറേജ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കേബിൾ ടെൻഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് കേബിളിൽ ലോസ് വരും. പിന്നെ മൂന്നാമത്തെ ചെയ്യുമ്പം 2ലും 1ലും വരും. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യും, ചെറിയ രീതിയിൽ ഗ്രാജുവലായിട്ട് എന്ത് ചെയ്യും, ലോസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദിസ് ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഷാൽ ബി കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഹാഫ് ദ പ്രൊഡക്റ്റ് ഓഫ് സ്ട്രെസ്
in the concrete adjacent to the tendons average along their length and the modular ratio. അപ്പോൾ ഇതുപോലെ സക്സസീവായി ടെൻഷനിങ് ചെയ്യുന്ന കേസിൽ ഇപ്പോൾ നമ്മൾ എഴുതിയില്ലേ നോട്ട്, ആ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഫ്രീ ടെൻഷനിങ്ങിൻ്റെ കേസിൽ വരുന്ന ലോസിൻ്റെ ഹാഫ് വാല്യൂ നമ്മൾ എടുക്കുന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ആൾട്ടർനേറ്റീവ്ലി ദ ലോസ് ഓഫ് ഫ്രീ സ്ട്രെസ് മേ ബി എക്സാക്ട്ലി കമ്പ്യൂട്ടഡ് ബേസ്ഡ് ഓൺ സീക്വൻസ് ഓഫ് ടെൻഷൻ. ഇപ്പോൾ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ആ ലോസ് വേണമെങ്കിൽ, പോസ്റ്റ് ടെൻഷനിങ്ങിൽ വരുന്ന ലോസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ടെൻഷനിങ്ങിൻ്റെ സീക്വൻസിനനുസരിച്ച് നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് ചെയ്യണം. ഓക്കെ. ഇതിപ്പോൾ കുറേ നമ്പേഴ്സ് വരുമ്പോഴുള്ള കേസാണ് പറഞ്ഞത്, നമ്മൾ നോട്ടായിട്ട് എഴുതിയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി എക്സാക്റ്റ് വാല്യൂ ആണെങ്കിൽ, ലോസിൻ്റെ എക്സാക്റ്റ് വാല്യൂ വേണമെങ്കിൽ നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ ചെയ്യണം എന്നുള്ളതാണ്. മറ്റേതാണെങ്കിൽ പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസിൽ വരുന്ന ലോസ് കണ്ടുപിടിച്ചിട്ട് ഹാഫ് വാല്യൂ എടുത്താൽ മതി. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് നമ്മൾ കോഡിൽ ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലോസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലോസിലേക്ക് പോവാം. ലോസ് ഡ്യൂ ടു ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് പറയുന്നത് ക്ലോസ് 19.5.2.2ലാണ്. അതിലേക്ക് നമുക്ക് വരാം. അപ്പം എന്താണ് ഷ്രിങ്കേജ്? എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ് ഷ്രിങ്കേജ് എന്നുള്ളത് അല്ലേ? എന്താ ഷ്രിങ്കേജ്? അതായത് ഇപ്പം കോൺക്രീറ്റ് നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടാവും അല്ലേ, വാട്ടർ ഉണ്ടാവും അല്ലേ. അപ്പം ഈ വാട്ടർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാപ്രേറ്റ് ആയിട്ട് പോവും അല്ലേ. അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന വാട്ടർ ഇവാപ്രേറ്റ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, പ്രോപ്പർ ക്യൂറിങ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ആ ഇവാപ്രേറ്റ് ആയിട്ട് വാട്ടർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഈ കോൺക്രീറ്റിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന വാട്ടർ ഇവാപ്രേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ മോയ്സ്ചർ കണ്ടൻറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ വോയിഡ്സ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഒന്ന് ഷ്രിങ്ക് ചെയ്യും അല്ലേ. അപ്പോൾ അത് മുഖേന ഒരു സ്ട്രെയിൻ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഷ്രിങ്കേജ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഷ്രിങ്കേജ് സ്ട്രെയിൻ കോൺക്രീറ്റിൽ ഉണ്ടാകുമ്പോൾ നമ്മളെ പ്രീ സ്ട്രെസ് ചെയ്യുന്ന സ്റ്റീലിൽ അല്ലെങ്കിൽ ടെൻഡൻസിൽ അവിടെ ഒരു ലോസ് വരും എന്നുള്ളതാണ്. ഓക്കെ, അതായത് മെയിനായിട്ട് ഷ്രിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മോയ്സ്ചർ കണ്ടൻറ്റ് ലോസ് ആവുന്നത് കൊണ്ട് അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് ലോസ് ആവുന്നത് കൊണ്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഡ്രൈ ചെയ്യുന്നതുകൊണ്ടാണ് കോൺക്രീറ്റ്. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ നോർമൽ കോൺക്രീറ്റിൻ്റെ ഷ്രിങ്കേജിൻ്റെ കേസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കോൺക്രീറ്റ് ഷ്രിങ്സ് മെയിൻലി ബിക്കോസ് ഓഫ് ഡ്രൈ. ഓക്കെ, അപ്പം ഡ്രൈയിങ് മുഖേനയാണ് കോൺക്രീറ്റ് എന്ത് ചെയ്യുന്നത്, ഷ്രിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈ ആകുമ്പം കോൺക്രീറ്റിൻ്റെ അകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് ലോസ് ആവും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഷ്രിങ്ക് ആവും. ഓക്കെ, ദ ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് ഇൻ പ്രീ സ്ട്രെസ്ഡ് മെമ്പേഴ്സ് റിസൾട്ട്സ് ഇൻ എ ഷോർട്ടനിങ് ഓഫ് ടെൻഷൻഡ് വയേഴ്സ് ആൻഡ് ഹെൻസ് കോൺട്രിബ്യൂട്ട്സ് ടു ദ ലോസ് ഓഫ് സ്ട്രെസ്. അപ്പോൾ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൻ്റെ കേസിൽ, അപ്പോൾ കോൺക്രീറ്റ് നമ്മൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിലും ഉണ്ടാവും ഒരു ടെൻഡൻസി അല്ലേ. പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിനും ഇതേ കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഡ്രൈ ആകുമ്പോൾ അതിൻ്റെ അകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് നഷ്ടപ്പെടുമ്പോൾ ഇത് ഓൾറെഡി ഈ ടെൻഷൻ ചെയ്ത് വെച്ചിരിക്കുക അല്ലേ, ഓൾറെഡി അതിൻ്റെ അകത്ത് കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കോൺക്രീറ്റിൻ്റെ അകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് ലോസ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഫോഴ്സ്, കംപ്രസീവ് ഫോഴ്സ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒന്ന് ഷ്രിങ്ക് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ ഒന്ന് ഷോർട്ടനിങ് ചെയ്യും കോൺക്രീറ്റ് മെമ്പർ. അപ്പോൾ കോൺക്രീറ്റ് മെമ്പർ അല്ലെങ്കിൽ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് മെമ്പർ ഷോർട്ടൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വയേഴ്സും അല്ലെങ്കിൽ ആ ടെൻഡൻസും എന്ത് ചെയ്യും, ഷോർട്ടൻ ഉണ്ടാവും. ക്ലിയർ ആയോ? ഓൾറെഡി നമ്മൾ ആ ടെൻഡൻസിൻ്റെ അകത്ത് കൂടെ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് നമ്മൾ കൊടുത്തിട്ടാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഈ കോൺക്രീറ്റ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് ലോസ് ആകുമ്പോൾ അത് ഷ്രിങ്ക് ചെയ്യും. ഓൾറെഡി ഫോഴ്സ് അതിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, അത് ഷ്രിങ്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഷ്രിങ്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺക്രീറ്റ് മെമ്പറിലെ ലെങ്ത്ത് കുറയും ചെറിയ രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ സ്റ്റീലിലും അതിനനുസരിച്ചുള്ള മാറ്റം വരും. അപ്പോൾ കോൺക്രീറ്റ് ഷ്രിങ്ക് ചെയ്യുമ്പോൾ ആ സ്റ്റീലിലും അതിനനുസരിച്ച് ലെങ്ത്തിൽ കുറവ് വരും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ലോസ് ഈ സ്റ്റീലിലേക്കും വരും, അല്ലെങ്കിൽ ആ വയേഴ്സിലും കൂടി വരും. അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, ദ ഷ്രിങ്കേജ് ഇൻ കോൺക്രീറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ഷ്രിങ്കേജ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, പിന്നെ അഗ്രിഗേറ്റ് എങ്ങനത്തെ ടൈപ്പ് അഗ്രിഗേറ്റ് ആണെന്നുള്ളത്. ഓക്കെ, അഗ്രിഗേറ്റ്, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആൻഡ് ടൈം. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസും ടൈമിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ക്ലൈമറ്റിക് കണ്ടീഷൻ, ഹ്യൂമിഡിറ്റി, ഓക്കെ, അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ എത്ര ടൈം, ഇപ്പം എന്താ പറയുക, ഈ അധികം ക്ലൈമറ്റിക് കണ്ടീഷൻസ് എത്ര ടൈം ആ ഒരു പർട്ടിക്കുലർ കോൺക്രീറ്റിലേക്ക് വരുന്നുണ്ട്, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്
ശ്രിങ്കേജ് സംഭവിക്കുക കോൺക്രീറ്റിൽ. ഓക്കെ, അപ്പോൾ ഈ ശ്രിങ്കേജ് കുറയ്ക്കാൻ എന്താ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. യൂസ് ഓഫ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് വിത്ത് ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക, അതേപോലെ തന്നെ അതിൽ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തും ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമൽ കോൺക്രീറ്റിൽ M20 M25 ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹൈ സ്ട്രെങ്ത് ആയിട്ടുള്ള കോൺക്രീറ്റ് യൂസ് ചെയ്യുക, വാട്ടർ സിമെൻറ്റ് റേഷ്യോ കുറയ്ക്കുകയും കൂടിയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശ്രിങ്കേജിൻ്റെ സ്ട്രെയിൻ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതിനൊപ്പം തന്നെ ആ സ്റ്റീലിൽ വരുന്ന ലോസും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, യൂസ് ഓഫ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് വിത്ത് ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോസ് റിസൾട്ട്സ് ഇൻ എ റിഡക്ഷൻ ഇൻ ശ്രിങ്കേജ് ആൻഡ് കോൺസിക്വൻറ്റ് ലോസ് ഓഫ് പ്രീ സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പോൾ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, ലോസ് ഡ്യൂ ടു ശ്രിങ്കേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ദ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു ശ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ ആൻഡ് ശ്രിങ്കേജ് സ്ട്രെയിൻ ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് എന്ന് പറയുന്നത് ശ്രിങ്കേജിൻ്റെ കേസിൽ ജസ്റ്റ് രണ്ട് വാല്യൂസിൻ്റെ പ്രൊഡക്റ്റാണ്. എന്തിൻ്റെയൊക്കെ പ്രൊഡക്റ്റാണ്? യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ ES ആൻഡ് ശ്രിങ്കേജ് സ്ട്രെയിൻ ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, കോൺക്രീറ്റിൻ്റെ ശ്രിങ്കേജ് സ്ട്രെയിൻ എപ്സിലോൺ SH എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അതിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ES ഇൻറ്റു എപ്സിലോൺ SH. ES ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ, എപ്സിലോൺ SH ഈസ് ഈക്വൽ ടു ശ്രിങ്കേജ് സ്ട്രെയിൻ ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കോഡിൽ എന്താ പറയുന്നത് എന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ലോസിൻ്റെ ടോപ്പിക്കിൽ ക്ലോസ് 19.5.2.2 loss of pre-stress due to shrinkage of concrete. The loss of pre-stress due to shrinkage of concrete shall be the product of modulus of elasticity of pre-stressing steel and the shrinkage strain of concrete calculated as per 6.2.4. ഓക്കെ, ഇപ്പം ഇവിടെയും പറയുന്നത് എന്ത് തന്നെയാണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീലും അതുപോലെ ശ്രിങ്കേജ് സ്ട്രെയിൻ ഓഫ് കോൺക്രീറ്റിൻ്റെയും പ്രൊഡക്റ്റാണ് ലോസ് ഓഫ് പ്രീ-സ്ട്രെസ് ഡ്യൂ ടു ശ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ IS 1343 2012 ആണ് നമ്മളിപ്പം ഇവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ IS 1343 1980, അതായത് ഇതിൻ്റെ മുന്നത്തെ വേർഷനിൽ ഡയറക്റ്റ് എടുക്കേണ്ട വാല്യൂസ് നമുക്ക് കോഡിൽ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ 6.2.4 ഓരോന്ന് എങ്ങനെ സെപ്പറേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയുക ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല, നിങ്ങളൊന്ന് അതിലൂടെ ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൽ 1980 IS 1343 1980 തന്നിട്ടുള്ള ഡയറക്റ്റ് ഇക്വേഷൻസ് വെച്ച് നമുക്ക് ചെയ്യാം. കോഡിലുള്ള ഇക്വേഷൻസ് വെച്ച് നമുക്ക് ചെയ്യാം. IS 1343 1980 പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ലോസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയി? ഒന്നുമില്ല, അത് സിമ്പിളാണ്. ഡയറക്റ്റ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ലോസ് ഓഫ് ശ്രിങ്കേജ്, ലോസ് ഓഫ് പ്രീ-സ്ട്രെസ് ഡ്യൂ ടു ശ്രിങ്കേജ്. ഓക്കെ, ഫോർ പ്രീടെൻഷനിങ്ങിൻ്റെ കേസിൽ എപ്സിലോൺ SH എന്ന് പറയുന്നത്, അതായത് ശ്രിങ്കേജ് സ്ട്രെയിൻ ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് 0.003 എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ 0.003. ഓക്കെ, ശ്രിങ്കേജ് സ്ട്രെയിൻ ഓഫ് കോൺക്രീറ്റ്. രണ്ടാമത്തെ ഫോർ പോസ്റ്റ് ടെൻഷനിങ് എപ്സിലോൺ SH എന്ന് പറയുന്നത് 0.002 ഡിവൈഡ് ബൈ log 10 T+2, log 10 × T+2 എന്നുള്ളതാണ്. ഓക്കെ, log 10 T+2. അപ്പോൾ ഇതിൽ log 10 എന്ന് പറയുന്നത് നമ്മളെ കാൽക്കുലേറ്ററിലുള്ള നോർമൽ ലോഗരിതം തന്നെയാണ്, LOG എന്ന് എഴുതിയിട്ടുള്ള ലോഗ് തന്നെയാണ്. ഓക്കെ, T എന്ന് പറയുന്നത് വേർ T ഈസ് ഈക്വൽ ടു ഏജ് ഓഫ് കോൺക്രീറ്റ് ട്രാൻസ്ഫർ ഇൻ ഡേയ്സ്. അപ്പോൾ ഈ കോൺക്രീറ്റ് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് എത്ര ദിവസമായിട്ടാണ് നമ്മൾ അതിലേക്ക് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെൻഷൻ ചെയ്തിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, എത്ര ദിവസം കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തതിന് ശേഷമാണെന്നുള്ളതാണ്. ഓക്കെ, അതാണ് T. ആ കോൺക്രീറ്റിൻ്റെ ഏജ് എത്രയാണ് നമ്മൾ, അതായത് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ കോൺക്രീറ്റിൻ്റെ ഏജ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസിൽ ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്സിലോൺ SH കിട്ടും. ഫോർ പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസിൽ എപ്സിലോൺ SH ഡയറക്റ്റ് ഈ വാല്യൂ ആണ്, 0.003 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, a concrete beam is pre-stressed by a cable carrying an initial pre-stressing force of 300 kN. അപ്പോൾ ഇനീഷ്യൽ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് എത്രയാണ്? കേബിളിൽ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കേബിളിൽ കൊടുത്തിരിക്കുന്ന 300 kN ആണ്.
ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ വയേഴ്സ് ഇൻ ദ കേബിൾ ഈസ് 300 millimeter സ്ക്വയർ. അപ്പം ആ കേബിളിലുള്ള വയേഴ്സിൻ്റെ, അതായത് നമ്മൾ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കൊടുക്കുന്ന ആ കേബിളിൻ്റെ അകത്തുള്ള വയേഴ്സിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് 300 mm² ആണ്. ഓക്കെ. കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ് ഇൻ ദ കേബിൾ ഓൺലി ഡ്യൂ ടു ശ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ ശ്രിങ്കേജ് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ലോസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. യൂസിങ് IS 1343 റെക്കമെൻഡേഷൻസ് അസ്യൂമിങ് ദ ബീം ടു ബി. അപ്പം IS 1343 കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ലോസ് കണ്ടുപിടിക്കേണ്ടത്. അസ്യൂമിങ് ദ ബീം ടു ബി രണ്ട് കേസ് പറയുന്നത്, ഒന്ന് പ്രീ ടെൻഷൻ്റെ ആവുന്ന കേസിലും അതേപോലെ പോസ്റ്റ് ടെൻഷൻ്റെ ആയിട്ടുള്ള കേസിലും ഇത് ഈ ബീമിൽ വരുന്ന, ഈ കറസ്പോണ്ടിങ് ബീമിൽ വരുന്ന ലോസ്, അതായത് കേബിൾസിൽ വരുന്ന ലോസ് കണ്ടുപിടിക്കണം. ഓക്കെ. പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസിലും പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസിലും കണ്ടുപിടിക്കണം. ഓക്കെ. എന്തുകൊണ്ടുള്ള ലോസാണ്? ശ്രിങ്കേജ് കൊണ്ട് മാത്രം വരുന്ന ലോസ് കണ്ടുപിടിക്കണം ഈ ഒരു പർട്ടിക്കുലർ ബീമിൽ. ഓക്കെ. അസ്യൂം ES ഈസ് ഈക്വൽ ടു, അതായത് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് ഈക്വൽ ടു 210 kN/mm² ആൻഡ് ഏജ് ഓഫ് കോൺക്രീറ്റ് അറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു 8 days, അതായത് T ഈസ് ഈക്വൽ ടു 8 days ആണ്. ഇത്രയും ക്ലിയർ ആയോ? അതായത് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് പെർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ് ആണ് കേബിളുള്ളത്. എന്തുകൊണ്ട്? ശ്രിങ്കേജ് കൊണ്ട് മാത്രം ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പോൾ ഏതൊക്കെ കേസിൽ കണ്ടുപിടിക്കണം പെർസെൻറ്റേജ് ലോസ്? ഒന്ന്, ആ ബീം പ്രീ ടെൻഷൻഡാന്നുള്ള കേസിൽ അതിൽ വരുന്ന പെർസെൻറ്റേജ് ലോസും കണ്ടുപിടിക്കണം. പോസ്റ്റ് ടെൻഷൻഡാന്നുള്ള കേസിലും വരുന്ന പെർസെൻറ്റേജ് ലോസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. ഇപ്പം ഗിവൺ ഡാറ്റ നമുക്ക് എഴുതാം. ഇനീഷ്യൽ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് P എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം, ഈസ് ഈക്വൽ ടു 300 kN. ഏരിയ ഓഫ് വയേഴ്സ് ഇൻ ദ കേബിൾ 300 mm². ES ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് ഈക്വൽ ടു 210 kN/mm². ട്രാൻസ്ഫർ, ഏജ് ഓഫ് കോൺക്രീറ്റ് അറ്റ് ട്രാൻസ്ഫർ T ഈസ് ഈക്വൽ ടു 8 days. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇതിലേക്ക് പോവാം. ആദ്യത്തെ കേസ് ഇഫ് ദ ബീം ഈസ് പ്രീ ടെൻഷൻഡ്. അപ്പോൾ ലോസ് ഓഫ് പ്രീസ്ട്രെസ്, പെർസെൻറ്റേജ് ലോസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ലോസ് ഓഫ് പ്രീസ്ട്രെസ് എത്രയാണെന്നുള്ളതിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ലോസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് പെർസെൻറ്റേജ് ആക്കാം, അല്ലേ? ലോസ് ഓഫ് പ്രീസ്ട്രെസ് ഈസ് ഈക്വൽ ടു, എന്താണ് ഇക്വേഷൻ? യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഇൻറ്റു ശ്രിങ്കേജ് സ്ട്രെയിൻ ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ ES ഇൻറ്റു എപ്സിലോൺ SH. അപ്പോൾ ES എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? 210 × 10⁻³ അതായത് Nm/mm² കൺവേർട്ട് ചെയ്തു. എപ്സിലോൺ SHൻ്റെ വാല്യൂ പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസിൽ എത്രയാണ്? നമ്മൾ എഴുതിയായിരുന്നു, അല്ലേ? 0.003 ആണ്. ഡയറക്റ്റ് ആ വാല്യൂ എടുത്താൽ മതി. പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസിൽ എപ്സിലോൺ SH എന്ന് പറയുന്നത് 0.003 ആണ്. അപ്പോൾ 210 × 10⁻³ Nm/mm² ഇൻറ്റു 0.003 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോസ് ഓഫ് പ്രീ സ്ട്രെസ് കിട്ടും. ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഈസ് ഈക്വൽ ടു FS എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. സ്റ്റീലിലുള്ള ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഈസ് ഈക്വൽ ടു 63 Nm/mm² കിട്ടി. അപ്പോൾ ഇതിൽ വരുന്ന ലോസ് എന്ന് പറയുന്നത് 63 Nm/mm² ആണ്. അപ്പോൾ പെർസെൻറ്റേജ് ലോസ് കണ്ടുപിടിക്കാം. ഓക്കെ. ഇനി പെർസെൻറ്റേജ് ലോസ് കണ്ടുപിടിക്കുമ്പോൾ ആദ്യമേ ഇനീഷ്യലി എത്രയാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ള പ്രീ സ്ട്രെസ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കിവിടെ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സാണ് തന്നത്. അപ്പോൾ പ്രീ സ്ട്രെസ് എത്രയാണെന്നുള്ള കണ്ടുപിടിക്കണം. അപ്പോൾ പെർസെൻറ്റേജ് ലോസ് ഈസ് ഈക്വൽ ടു FS ഡിവൈഡഡ് ബൈ, അതായത് ഇപ്പോൾ കണ്ടുപിടിച്ച 63 Nm/mm² ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ പ്രീ സ്ട്രെസ്. എത്രയാണ് ഇനീഷ്യൽ പ്രീ സ്ട്രെസ് എന്നുള്ളത് കണ്ടുപിടിക്കണം, ഇൻറ്റു 100. കാരണം ടോട്ടൽ ആദ്യമുള്ള ആ പ്രീ സ്ട്രെസ് എന്നാണല്ലോ ഈ 63 Nm/mm² ലോസ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എത്രയാണോ ഇപ്പോൾ ലോസ് ആയിട്ടുള്ളത് ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര പ്രീ സ്ട്രെസ് ഉണ്ടായിരുന്നു. ഓക്കെ. ഇനീഷ്യൽ പ്രീ സ്ട്രെസ് ഇൻറ്റു 100. അപ്പോൾ ഇനീഷ്യൽ പ്രീ സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? അപ്പോൾ നമുക്ക് ഇനീഷ്യൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് 300. ആ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കൊടുക്കുന്ന വയേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ കേബിളിൻ്റെ മൊത്തം ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 300 mm². അപ്പോൾ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ളതാണ്. അപ്പോൾ 300 kN ഡിവൈഡ് ബൈ ആ ക്രോസ് സെക്ഷണൽ ഏരിയ ചെയ്താൽ മതി, അല്ലേ? ഇനീഷ്യൽ പ്രീ സ്ട്രെസ് നമുക്ക് കിട്ടും, സ്ട്രെസ് നമുക്ക് കിട്ടും. ഇനീഷ്യൽ പ്രീ സ്ട്രെസ് ഈസ് ഈക്വൽ ടു P ബൈ ഏരിയ ഓഫ് വയേഴ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു P എന്ന് പറയുന്നത് എത്രയാണ്? 300 × 10⁻³ ഇനീഷ്യൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. 300 × 10⁻³ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് വയേഴ്സ് എത്രയാണ്? 300 mm² ആണ്. ഓക്കെ. അപ്പം ഇനീഷ്യൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഞാൻ ന്യൂട്ടണിലാണ് കൊടുത്തത്, ഏരിയ ഓഫ് വയേഴ്സ് mm²ലാണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യൽ പ്രീ സ്ട്രെസ് ഈസ് ഈക്വൽ ടു 1000 Nm/mm² എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പെർസെൻറ്റേജ് ലോസ് ഈസ് ഈക്വൽ ടു 63, അതാണ് ലോസ്. FS ഡിവൈഡ് ബൈ 1000 ആണ് നമ്മുടെ ഇനീഷ്യൽ പ്രീ സ്ട്രെസ് ഇൻറ്റു 100. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 6.3% നമുക്ക് കിട്ടും. അപ്പോൾ ഇഫ് ദ ബീം ഈസ് പ്രീ ടെൻഷൻ്റെ കേസിൽ നമുക്ക് വരുന്ന പെർസെൻറ്റേജ് ലോസ് നമ്മൾ
കണ്ടുപിടിച്ചു. ഇനി ഒരു കേസും കൂടി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ ബീം ഈസ് പോസ്റ്റ് ടെൻഷൻഡ് ആണെങ്കിൽ അതിൽ വരുന്ന പെർസെൻറ്റേജ് ലോസും കൂടി നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കേസ് ഇഫ് ദ ബീം ഈസ് പോസ്റ്റ് ടെൻഷൻഡ്. ഓക്കെ, പോസ്റ്റ് ടെൻഷൻഡ് ആകുമ്പോൾ ഉള്ള ലോസിൻ്റെ ഇക്വേഷൻ എന്താ? ലോസ് ഓഫ് പ്രീസ്ട്രെസ് സെയിം തന്നെയാണ് അല്ലേ? ഇക്വേഷൻ സെയിം ആണ്. ലോസ് ഓഫ് പ്രീസ്ട്രെസ് ഈസ് ഈക്വൽ ടു ES ഇൻറ്റു എപ്സിലോൺ SH. പക്ഷേ എപ്സിലോൺ SHൻ്റെ ഇക്വേഷൻ മാത്രം വ്യത്യാസമുണ്ട് പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസിൽ. അപ്പോൾ എപ്സിലോൺ SH ഈസ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു 0.002 ഡിവൈഡ് ബൈ log 10 ഇൻറ്റു T+2 എന്നുള്ളത് അല്ലേ? അപ്പോൾ എപ്സിലോൺ SH ഈസ് ഈക്വൽ ടു 0.002 ഡിവൈഡ് ബൈ log ടു ദ ബേസ് 10 ഇൻറ്റു ടീൻ്റെ വാല്യൂ എത്ര? 8 അല്ലേ? അപ്പോൾ 8+2 T+2 എന്ന് പറയുന്നു. അപ്പോൾ ലോഗ് കാൽക്കുലേറ്ററിൽ LOG എന്ന് എഴുതിയിട്ടുള്ള ബട്ടൺ പ്രസ് ചെയ്യുക, T+2 അടിക്കുക, അതായത് 8+2 10. അപ്പോൾ log 10 അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ കിട്ടും. 0.002 ഡിവൈഡ് ബൈ log 10 ചെയ്ത് കഴിഞ്ഞാൽ എപ്സിലോൺ SH എന്നുള്ളത് 2 × 10⁻⁴ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസിൽ വരുന്ന സ്ട്രിങ്കേജ് സ്ട്രെയിനിൻ്റെ വാല്യൂ ആണിത്, 2 × 10⁻⁴. ഓക്കെ, അപ്പോൾ ലോസ് ഓഫ് പ്രീസ്ട്രെസ് ഈസ് ഈക്വൽ ടു ES ഇൻറ്റു എപ്സിലോൺ SH. അപ്പോൾ ES എന്ന് പറയുന്നത് 210 × 10⁻³ Nm/mm² ഇൻറ്റു 2 × 10⁻⁴. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ഓഫ് പ്രീസ്ട്രെസ് FS ഈസ് ഈക്വൽ ടു 42 Nm/mm² എന്ന് പറഞ്ഞു നോക്കും. ഓക്കെ, ഇനി പെർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ ലോസ് ഡിവൈഡ് ബൈ ഇനീഷ്യൽ പ്രീസ്ട്രെസ് എത്രയാണ്? 1000 ആണ്. നമ്മൾ ഓൾറെഡി മുന്നേ കണ്ടുപിടിച്ചു. 42 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 4.2% കിട്ടും. ഇപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ് ഇൻ പ്രീ ടെൻഷനിങ്ങും അതേപോലെ പെർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ് ഇൻ പോസ്റ്റ് ടെൻഷനിങ്ങും കണ്ടുപിടിച്ചു. പെർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ് ഇൻ പ്രീ ടെൻഷനിങ് എത്രയായിരുന്നു? 6.3% ആയിരുന്നു. പെർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ് ഇൻ പോസ്റ്റ് ടെൻഷനിങ് എത്രയാണ്? 4.2%. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ലോസ് ഓഫ് പ്രീസ്ട്രെസ് ഡ്യൂ ടു ഷ്രിങ്കേജ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് ഇത്രയേ ഉള്ളൂ. രണ്ട് ലോസ് നമ്മളിപ്പം പഠിച്ചു. ഒന്ന് ലോസ് ഓഫ് പ്രീസ്ട്രെസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ് ഓഫ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ലോസ് ഓഫ് പ്രീസ്ട്രെസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് ഒന്ന്. രണ്ടാമത്തത് ലോസ് ഓഫ് പ്രീസ്ട്രെസ് ഡ്യൂ ടു ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ്. രണ്ട് ലോസ് നമ്മൾ പഠിച്ചു. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതിന് നമ്മൾ പ്രോബ്ലവും ചെയ്തു. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക എൻ്റെ അടുത്ത് കേട്ടോ. എന്ത് ഡൗട്ടാണെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.